നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജുകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് വോയിസ് മെസ്സേജ് ആയാലും ഫോട്ടോസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയി കഴിഞ്ഞാലും അയച്ച ഒരാൾ തന്നെ നമ്മൾ നോക്കുന്നതിന് മുന്നേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്തായിരിക്കും അവർ അയച്ചത്? നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടെ അയക്കാൻ വേണ്ടി പറയും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചോദിക്കാൻ പറ്റാത്ത ആണെങ്കിൽ എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ചില ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജുകൾ അയച്ച് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള ശുഷ്കാന്തി കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡിലീറ്റ് ആയിപ്പോയ മെസ്സേജുകൾ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിന് മുഖേനയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് വളരെ വർക്കിംഗ് ആയിട്ടുള്ള, നല്ല രീതിയിൽ വർക്കിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പരസ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഡിലീറ്റ് ആയ മെസ്സേജുകളൊക്കെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ തേർഡ് പാർട്ടി വാട്സപ്പുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. GBO വാട്സപ്പ് പോലെയുള്ള വാട്സപ്പുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടും ബെറ്ററാണ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വേണ്ടവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നത്, അവിടെ വന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇൻബോക്സിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരുന്നതാണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആപ്ലിക്കേഷൻ ഇങ്ങനെയായിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ മുകളിലായിക്കൊണ്ട് കാണുന്ന ഓഫ്ലൈൻ ചാറ്റ് നോ ലാസ്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മുകളിലായിട്ട്. അപ്പോൾ നമുക്കിവിടെ അലോ പെർമിഷൻ വരും. ഇവിടെ നമ്മൾ അലോ കൊടുക്കണം. അലോ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്നുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷനും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ അലോ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ അലോ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്നുള്ള ഈ ഒരു ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു അലോ പെർമിഷൻ വരും. നമ്മളടുത്ത് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് പോവാം. ബാക്കിലോട്ട് വന്ന് ഒന്നുകൂടെ ബാക്കിലോട്ട് പോവാം. ഓക്കെ, ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ആഡ്സ് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ആഡ്സ് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെറ്റ്സ് ഡു ദിസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു പെർമിഷൻ കൂടെ ഓക്കെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അലോ കാണാൻ വേണ്ടി സാധിക്കും. വീണ്ടും അലോ കൊടുക്കുക. ഈ വരുന്ന പെർമിഷൻസ് ഒക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അലോ കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും അലോ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് ഒന്നുകൂടെ പോവാം. ഞാനിവിടെ ഒന്നുകൂടെ ബാക്കിലോട്ട് പോവുകയാണ്. ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഓഫ്ലൈൻ ചാറ്റ് നോ ലാസ്റ്റ് ചെയ്യുന്ന ഒന്നെങ്കിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ആഡ്സുകൾ ഒരുപാട് വരും. നമ്മളിതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇവിടെ നമുക്കപ്പോൾ വെയിറ്റിംഗ് വാട്സപ്പ് മെസ്സേജ് എന്നാണ്. അപ്പോൾ വാട്സപ്പ് മെസ്സേജുകളൊന്നും വരാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഈ ഒരു നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കാം. നമുക്കൊരു ഫോട്ടോയും അതുപോലെ ഒരു വോയിസ് മെസ്സേജും അതുപോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് മെസ്സേജ് അയക്കുന്നത് നമ്മൾ ബാക്കിലോട്ട് പോവുക. ഇതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ ഇതിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. ഈ ഒരു നമ്പറിലേക്ക് 3 മെസ്സേജുകൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. 3 മെസ്സേജുകൾ ഈ ഒരു നമ്പറിലേക്ക് വന്നിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്കിവിടെ കണ്ടില്ലേ, ഒരു ഹായ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു വോയിസ് മെസ്സേജും അയച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഇതിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് നമ്മളിത് മറ്റു വാട്സപ്പിൽ നിന്ന് ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ മറ്റു വാട്സപ്പ് ഉപയോഗിച്ചിട്ട് ആ സെൻഡ് ചെയ്ത വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ നമ്മൾ അയച്ച മെസ്സേജുകളൊക്കെ ഇവിടെ ഡിലീറ്റ് ആയതായി കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മളിത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഓഫ്ലൈൻ ചാറ്റ് നോ ലാസ്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ അയച്ച മെസ്സേജ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആഡ്സുകൾ വരും. ആഡ്സുകൾ വരുന്ന സമയത്ത് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഓപ്പൺ ചെയ്യുക. പെർമിഷൻസ് എന്തെങ്കിലും വരികയാണെന്നെങ്കിൽ ഓക്കെ കൊടുത്തിട്ട് ഓക്കെ ആയി അണ്ടർസ്റ്റാൻഡ് എന്നുള്ള പെർമിഷൻസ് ഇപ്പോൾ ഓക്കെ കൊടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ ഒരു ഫോട്ടോയും ആ ഒരു വോയിസ് മെസ്സേജും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്.
വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. See you.